ഒരു തവണ പണം മുടക്കി വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചാൽ വരും വർഷങ്ങളിൽ വൈദ്യുതി ചിലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇപ്പോൾ നിരവധി കുടുംബങ്ങൾ സോളാറിലേക്ക് മാറുകയാണ്. എന്നാൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഒന്നാണ് ചെലവ്. സോളാർ പാനലുകളുടെ വില, അവയുടെ ലഭ്യത, ഇൻസ്റ്റലേഷൻ വൈകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പലരെയും തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വീട്ടിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2026 ഡിസംബർ 31 വരെ ചില സോളാർ പദ്ധതികൾക്ക് നിലവിലുണ്ടായിരുന്ന ഒരു ഇളവ് കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ വീട്ടുടമകൾക്ക് ഈ തീരുമാനം എന്തുകൊണ്ട് പ്രധാനമാണ്? സോളാർ പാനലുകളുടെ വില കുറയുമോ? പാനലുകളുടെ ലഭ്യത കൂടുമോ? കേന്ദ്ര സർക്കാർ നൽകുന്ന 78,000 രൂപ വരെ സബ്സിഡിക്ക് പുറമെയാണോ ഈ ആനുകൂല്യം? എന്താണ് നെറ്റ് മീറ്ററിംഗ്? ആർക്കൊക്കെയാണ് പുതിയ ഇളവ് പ്രയോജനപ്പെടുക? ഇത്തരം കാര്യങ്ങൾ വിശദമായി നോക്കാം. ആദ്യം കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം എന്താണെന്ന് പറയാം. റൂഫ് ടോപ്പ് സോളാർ ഉൾപ്പെടെയുള്ള ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അഥവാ MNRE പ്രധാനപ്പെട്ട ഒരു ഇളവ് നീട്ടിയിരിക്കുകയാണ്. അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്ന പട്ടികയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയിലാണ് ഈ ഇളവ് വരുത്തിയിരിക്കുന്നത്. സാധാരണയായി ചില സോളാർ പദ്ധതികളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. ഇന്ത്യയിൽ തന്നെ സോളാർ സെല്ലുകളുടെയും പാനലുകളുടെയും നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക, രാജ്യത്തെ സോളാർ മേഖലയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നിവയാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന സോളാർ സെല്ലുകളുടെയും പാനലുകളുടെയും ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ചില പദ്ധതികൾ വൈകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് നിലവിലുണ്ടായിരുന്ന ഇളവ് 2026 ഡിസംബർ 31 വരെ നീട്ടിയത്. അതായത് നിശ്ചിത കാലയളവിലേക്ക് ചില സോളാർ പദ്ധതികൾക്ക് കൂടുതൽ സൗകര്യവും ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കും. ഇനി ഈ തീരുമാനം കേരളത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന് നോക്കാം. കേരളത്തിൽ റൂഫ് ടോപ്പ് സോളാറിന് വലിയ പ്രാധാന്യമാണുള്ളത്. വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാർ സബ്സിഡിയോടെയും സ്വന്തം ചിലവിലൂടെയും നിരവധി പേർ വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ഈ പദ്ധതിയിലൂടെ യോഗ്യരായ ഗാർഹിക ഉപയോക്താക്കൾക്ക് റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്രം സബ്സിഡി ലഭിക്കും. സിസ്റ്റത്തിന്റെ ശേഷി അനുസരിച്ച് 78,000 രൂപ വരെ കേന്ദ്ര സബ്സിഡി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്സിഡിയുടെ തുക നിങ്ങളുടെ സോളാർ സിസ്റ്റത്തിന്റെയും ശേഷിയും നിലവിലുള്ള സർക്കാർ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സബ്സിഡി ലഭിക്കുമെന്ന് മാത്രം കരുതി ഏതെങ്കിലും സ്ഥാപനത്തിന് നേരിട്ട് പണം നൽകുന്നതിന് മുൻപ് ഔദ്യോഗിക പോർട്ടലിലൂടെയും അംഗീകൃത വെണ്ടർമാരിലൂടെയും കൃത്യമായ വിവരങ്ങൾ പരിശോധിക്കണം. ഇനി സോളാർ ഉപയോഗിക്കുന്ന പലർക്കും ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. എന്താണ് നെറ്റ് മീറ്ററിംഗ്? നിങ്ങളുടെ വീട്ടിലെ സോളാർ പാനലുകൾ പ്രധാനമായും പകൽ സമയത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യം ഈ വൈദ്യുതി നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. ഉദാഹരണത്തിന് പകൽ സമയത്ത് സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തെക്കാൾ കൂടുതലാണെങ്കിൽ അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാൻ കഴിയും. ഇനി രാത്രിയിലോ സോളാർ വൈദ്യുതി ലഭിക്കാത്ത സമയത്തോ നിങ്ങൾക്ക് ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കേണ്ടി വന്നേക്കും. ഇങ്ങനെ ഗ്രിഡിലേക്ക് നിങ്ങൾ നൽകിയ വൈദ്യുതിയും ഗ്രിഡിൽ നിന്ന് നിങ്ങൾ ഉപയോഗിച്ച വൈദ്യുതിയും കണക്കിലെടുത്താണ് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ ബില്ലിംഗ് നടക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ പകൽ സോളാറിൽ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുക, ആവശ്യമായ സമയത്ത് ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുക. ഈ രണ്ട് കണക്കുകളും പരിഗണിച്ചാണ് നെറ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ഓരോ ഉപയോക്താവിന്റെയും ബില്ലിംഗ് നിലവിലുള്ള KSEB ചട്ടങ്ങളും സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ നിയമങ്ങളും അനുസരിച്ചായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പുതിയ ഇളവ് ഉപയോക്താക്കൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ ചില ഘട്ടങ്ങളിൽ സോളാർ പാനലുകളുടെ ലഭ്യതയെ ബാധിച്ചിരുന്നു. വിപണിയിൽ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇൻസ്റ്റലേഷൻ വൈകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവ് കാരണം യോഗ്യരായ പദ്ധതികൾക്ക് ആവശ്യമായ സോളാർ പാനലുകൾ ലഭ്യമാക്കുന്നതിൽ കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുവഴി പാനലുകളുടെ ലഭ്യത മെച്ചപ്പെടുത്താനും ഇൻസ്റ്റലേഷൻ വൈകുന്നത് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഉപയോക്താക്കളുടെ മൊത്തം ചിലവിലും കുറവുണ്ടായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളവ് നീട്ടിയതുകൊണ്ട് എല്ലാവർക്കും സോളാർ പാനലുകൾക്ക് നേരിട്ട് വിലക്കുറവ് ലഭിക്കുമെന്ന് ഉറപ്പില്ല. സോളാർ സിസ്റ്റത്തിന്റെ മൊത്തം ചിലവ് തീരുമാനിക്കുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്.
പാനലിന്റെ ബ്രാൻഡ്, സിസ്റ്റത്തിന്റെ ശേഷി, ഇൻവെർട്ടറിന്റെ വില, ഇൻസ്റ്റലേഷൻ ചിലവ്, ഘടനാ ചിലവ്, മറ്റ് അനുബന്ധ ചിലവുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സോളാർ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നവർ ഒരു സ്ഥാപനത്തെ മാത്രം ആശ്രയിക്കാതെ വിവിധ അംഗീകൃത വെണ്ടർമാരിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി താരതമ്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം സബ്സിഡിക്ക് അർഹതയുണ്ടോ, ഏത് തരത്തിലുള്ള സോളാർ സിസ്റ്റമാണ് തങ്ങൾക്ക് അനുയോജ്യം, നെറ്റ് മീറ്ററിംഗ് സംബന്ധിച്ച നിലവിലെ KSEB നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.